ഖത്തറിൽ ഇറാന്റെ ക്രൂയിസ് മിസൈൽ ആക്രമണം 3 ആക്രമണങ്ങളിൽ 2 എണ്ണം പ്രതിരോധിച്ചു. ഒരു മിസൈൽ ഖത്തർ എനർജിയുടെ ഓയിൽ ടാങ്കറിൽ പതിച്ചു. ആർക്കും പരിക്കില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അബ്ബാസ് മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അബ്ബാസ്, എവിടെയൊക്കെയാണ് ഈ ആക്രമണം ഉണ്ടായത്? ഈ 3 ആക്രമണങ്ങൾ പ്രതിരോധിച്ചു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് ആക്രമണമുണ്ടായ വിവരം പ്രതിരോധ മന്ത്രാലയം പങ്കുവച്ചത്. 3 ക്രൂസ് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഖത്തറിനെ ലക്ഷ്യമാക്കി എത്തിയിരുന്നത്. ഇതിൽ 2 എണ്ണത്തെ പ്രതിരോധിച്ചു എന്നാണ് ഇന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ വാർത്താക്കുറിപ്പിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു മിസൈൽ ഖത്തർ എനർജിയുടെ ഉടമസ്ഥതയിലുള്ള ഓയിൽ ടാങ്കറിൽ പതിച്ചു എന്നും പറയുന്നു. ഈ ഓയിൽ ടാങ്കർ അക്കോ 1 എന്ന പേരുള്ള ഓയിൽ ടാങ്കറിലാണ് മിസൈൽ പതിച്ചതെന്ന് പിന്നീട് ഖത്തർ എനർജി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇതോടൊപ്പം 21 പേർ ഈ ടാങ്കറിൽ ജോലി ചെയ്തിരുന്നു. ഇവരെ അടിയന്തരമായി ഒഴിപ്പിച്ചുവെന്നും ആ വാർത്താക്കുറിപ്പിലുണ്ട്. എന്നാൽ ആർക്കും പരിക്കില്ല എന്നും പാരിസ്ഥിതിക ആഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഖത്തർ എനർജി അറിയിക്കുന്നു. ഇതോടൊപ്പം വ്യാവസായിക നഗരമായ ഈ റാസ് ലഫാനിന്റെ വടക്ക് ഭാഗത്ത് ഏകദേശം സമുദ്രത്തിൽ നിന്ന് 17 നോട്ടിക്കൽ മൈൽ അകലെയാണ്, ഏകദേശം 31 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. മാരിടൈം സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റഡ് അതോറിറ്റിയാണ് ഈ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ റാസ് ലഫാനിൽ നേരത്തെ ഈ മാസത്തിന്റെ കഴിഞ്ഞ മാസത്തിന്റെ മധ്യത്തിൽ LNG ടെർമിനലിൽ നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം പ്രതിവർഷം 20 ബില്യന്റെ നഷ്ടം വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടൊപ്പം അതിന്റെ ആഘാതം മറികടക്കാൻ ഈ രാജ്യത്തായി ഖത്തർ എനർജിക്ക് അന്ന് 3 മുതൽ 5 വർഷം വരെ വേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖത്തർ എനർജിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഓയിൽ ടാങ്കറിന് നേരെ കൂടി ആക്രമണം ഉണ്ടാകുന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഖത്തറിൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം ഇവിടുത്തെ ഖത്തർ സായുധ സേന നിർവീര്യമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നാണ് 3 ക്രൂസ് മിസൈലുകൾ ഈ രാജ്യത്തെ ലക്ഷ്യം വെച്ച് വന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ഖത്തർ എനർജിയുടെ ഉടമസ്ഥയിലുള്ള ഓയിൽ ടാങ്കറിൽ പതിച്ച് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് ആർക്കും ആളപായമില്ല എന്നതുകൂടിയാണ്.